പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ പഞ്ചായത്തിലെ താന്നിക്കാപ്പുഴയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. പുലിയുടെ സാന്നിധ്യം വനപാലകർ സ്ഥിരീകരിച്ചതോടെ പ്രദേശത്ത് കെണി സ്ഥാപിച്ചു. ക്യാമറയുടെ അടുത്ത് വന്ന് ആരും പുറത്ത് കാണിക്കരുത്. അതിനകത്ത് തൊടാനും എടുക്കാനും. നമ്മുടെ വെച്ചൂച്ചിറ ഭാഗത്ത് പുലി ഇറങ്ങിയതായിട്ട് പഞ്ചായത്ത് അധികൃതർ ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് ആ സ്ഥലത്ത് പോയി പരിശോധിച്ചപ്പോൾ അവിടെ ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. അപ്പോൾ അയാളെയും കൂടെ കൂട്ടിയാണ് ഞങ്ങൾ ആ സ്ഥലത്ത് പോയത്. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അവിശ്വസിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള തെളിവുകൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ കാൽപ്പാടുകൾ കിട്ടിയിരുന്നു. തൊട്ടടുത്ത് തന്നെ വനപ്രദേശമാണ്. അതുപോലെ തന്നെ അവിടെ പെരുവ NSS എസ്റ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റേറ്റ് ഉണ്ട്. അത് ഒരുപാട് കാലങ്ങളായിട്ട് കാട് വെട്ടാതെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൽ കൂടെ അത് കടന്ന് കാട്ടിലേക്ക് പോയി കാണുമെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. എന്തായാലും അത് കണ്ട് എന്ന് പറയുന്ന ആ ദിവസം മുതൽ ഇന്നത്തെ ദിവസം വരെയും ഞങ്ങൾ റിലേ പെട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. രാത്രികാലങ്ങളിൽ നാട്ടുകാരുടെയും ഒരു സഹകരണം ഞങ്ങൾക്ക് ഇതേപോലുള്ള കാര്യങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. രാവിലെ ഞാൻ വെട്ടാൻ വേണ്ടി തോട്ടത്തിലോട്ട് ചെന്നു. ഒരു 6 കാലാക്കണം പ്ലാസ്റ്റിക് പൊക്കി ഉടനെ പിന്നെ ഈ സാധനം മേളിൽ കിടക്കുമായിരുന്നു. എന്നെ ഇതിന്റെ ഈ സൗണ്ട് കേട്ടോണ്ട ഇത് പറഞ്ഞ ചാടി എഴുന്നേറ്റു. അപ്പൊ ഞാനും ഇതും കൂടെ ഒരു 10 അടി ആലമേ ഉള്ളൂ ദൂരം. ഇതെന്നെ കണ്ടോടനെ എന്റെ മുഖത്തോട്ട് നോക്കി. ഞാനും ശാന്തനേരം മുഖത്തോട്ട് നോക്കി നിന്നിട്ട് ഞാൻ നേരെ പുറകോട്ട് വന്നിട്ട് ഓടിക്ക് പോന്നു. അപ്പൊ ഞങ്ങളുടെ പിന്നെ തോട്ടത്തിന്റെ നേരെ മേളിലെ ഒരു പാട്ട് വെട്ടുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ പുള്ളിയും പേടിച്ചു പോയി. പുള്ളിയും കൂട്ടി ഞങ്ങൾ പെട്ടെന്ന് റോട്ടിൽ വന്ന് ഞങ്ങളുടെ സെക്രട്ടറിയെ വിളിച്ചു. ഞങ്ങളുടെ തോട്ടത്തിലെ സെക്രട്ടറിയെ വിളിച്ചു. നാട്ടുകാർക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള സംവിധാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുക്കി കൊടുക്കേണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ട് റാന്നിയുടെ MLA പ്രമോദ് നാരായണന്റെ ഇടപെടലിനെ തുടർന്ന് ഇന്നലെ കൂട് വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ ജീവിയെ കൂട്ടിനകത്ത് കയറ്റി ഈ നാട്ടിലെ ജനങ്ങളുടെ സാധാരണ